ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓഫ് ക്യാമ്പസ് സീസൺ 1 എപ്പിസോഡ് 3യും 4ൻ്റെയും റിവ്യൂ ആണ്. സോ ആക്ച്വലി ഞാൻ മൂന്നാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മൂന്നാമത്തേൻ്റെ റിവ്യൂ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം ആ പെണ്ണൊരു ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡയലോഗിൻ്റെ ബാക്കി കാണാൻ വേണ്ടി ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ എപ്പിസോഡിൽ. അതിൻ്റെ ബാക്കി കാണാൻ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നാലാമത്തെ എപ്പിസോഡ് കൂടിയും കണ്ടു തീർത്തു. ബട്ട് നാലാമത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഒരു ഹെവി സാധനം അവരിറക്കി. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതൊരു ഹെവി സാധനമാണ്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ബട്ട് സീസൺ 3 അല്ല, എപ്പിസോഡ് 3ൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ വാവ്, ലൈക്ക് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ലൈക്ക് ഇത് കൂടുതൽ ഡീപ്പായി വന്ന് വിച്ച് ഇസ് റിയലി ഗുഡ്. കുറച്ചും കൂടിയും നമുക്ക് ആദ്യം അറിയാവുന്ന നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് വളരെ ഷാലോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി, ഭയങ്കര ഷോ ഓഫ്. ബട്ട് കൂടുതൽ അവരറിയുന്നതോളും ഒരു ഡീപ്പായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ഉണ്ട്. അവർ വെറുതെ ഷാലോ അല്ല, നല്ല വെൽ റിട്ടൺ ക്യാരക്ടറാണെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ചെയ്യണത് അത് ഓഫ് കോഴ്സ് നിങ്ങൾ ഈ സീരീസ് കാണണമെങ്കിൽ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കണം, അതുണ്ട്. ബട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കുറേ സീൻസ് അത് ഡ്രീം സീക്വൻസ് എന്ന് പറഞ്ഞ് ചെയ്ത് കണ്ട പരിപാടി, ലൈക്ക് അവർ തമ്മിലൊന്നും നടന്നിട്ടില്ല. ബട്ട് അത് ഡ്രീം സീക്വൻസ് എന്ന് പറഞ്ഞ് ഇവർ ഈ ഷോയിൽ ഇങ്ങനെ കാണിക്കണം. അത് എന്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനത്തെ കുറച്ച് സീൻസ് എന്തായാലും വേണം. അത് റേറ്റിങ്ങിന് നല്ല ഇതായിരിക്കും. അതൊരു ഡ്രീമിൻ്റെ പേരിൽ ഇടാമല്ലോ. അപ്പോൾ ആ പെണ്ണ് അങ്ങനെ ആലോചിക്കുന്നു, ആ പെണ്ണതാണ് ആഗ്രഹം. ബട്ട് അത് നടന്നിട്ടില്ല. ബട്ട് അത് ഡ്രീമിൻ്റെ പേരിൽ ഇവർക്ക് കച്ചവടം ചെയ്യാം. സോ അങ്ങനത്തെ കാര്യങ്ങൾ തുടക്കത്തിലുണ്ട്. അതും ഒന്നല്ല 2 പ്രാവശ്യം. അപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഓക്കെ, ഈ ഒരു കാര്യം വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ഇവർ കൂടുതൽ നോക്കുന്നുണ്ട്. ഗ്ലാമർ എന്ന ഒരു ഫാക്ടറും കൂടി. ബട്ട് സ്റ്റോറി എന്നുള്ള സംഭവം സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഒരു ചെക്കനിൽ ഈ പെണ്ണ് എന്താണ് കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ ചെക്കൻ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ മെയിൻ നടൻ തന്നെ കുറച്ചും കൂടിയും ക്യാരക്ടർ ഉള്ളത്. അവനനുസരിച്ച് നമുക്ക് അറിയാൻ പാടില്ല, എന്നാലും ആ ഒരു ക്യാരക്ടറിന് ഒരു വലിയ സോങ് സിംഗറാണ്, അതൊക്കെ ഓക്കെ. ബട്ട് സ്റ്റിൽ എനിക്ക് എനിക്ക് ഒരിക്കലും ആ പുള്ളിക്കാരനോട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. മേ ബി പുള്ളിക്കാരത്തേക്ക് ഈ പാട്ടുകൾ ഒരു വലിയൊരു ഭയങ്കര പാഷനുള്ള കാര്യം, പിന്നെ ഒരു എസ്കേപ്പ് മെക്കാനിസവും ഒരു പാഷനും, പിന്നെ കുറേ കാര്യങ്ങൾ ഈ പെണ്ണിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഈ പെണ്ണ് പാട്ട് വഴി ഈ ചെക്കനെ നന്നായിട്ട് കണക്റ്റ് ആയി തോന്നുന്നു. ഈ ചെക്കൻ്റെ ഒരു പ്ലേലിസ്റ്റ് വരെ ഉണ്ട് ഈ പെണ്ണിൻ്റെ കയ്യിൽ. അപ്പോൾ ഇത്രയും കണക്റ്റ് ആയിട്ട് വളരെ ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ആളോട് ഒരു ഭയങ്കര ഒരു ആരാധന തോന്നുന്നു അറിയില്ലേ. അതാണ് എനിക്ക് പേഴ്സണലി ഈ പെണ്ണിന് ഇവനോട് തോന്നിയെന്ന് എനിക്ക് തോന്നിയത്. ശരിക്കും ഇഷ്ടമൊന്നും എനിക്ക് തോന്നിയില്ല. ഈ പെണ്ണ് ശരിക്കും ഇഷ്ടമല്ല, ശരിക്കും ഈ പെണ്ണ് ആരാധനയാണ് ആ ചെക്കനോട്. അതാണ് ചിലപ്പോൾ പ്രേമമെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും ഈ പെണ്ണിങ്ങനെ ഒക്കെ ചെയ്യുന്നത്. ബട്ട് മറ്റേ ചെക്കനെ കുറച്ചും കൂടി നന്നായിട്ട് അറിഞ്ഞത് കാരണം അവൻ എന്താണെന്നുള്ളത് നല്ല ഐഡിയ എനിക്ക് തോന്നുന്നു ഈ പെണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അവൻ്റെ മാതാപിതാക്കൾ വെച്ച് നോക്കുമ്പോഴും അപ്പനെ കുറിച്ച് വല്ലപ്പോഴൊക്കെ പറയാറുള്ളൂ. കൂട്ടുകാരാണെങ്കിലും ചുമ്മാ അടിച്ചുപൊളി അല്ലാതെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും, നല്ല സംഭാഷണമൊക്കെ അവർ തമ്മിലുണ്ടെങ്കിലും, മെജോറിറ്റി ആയിട്ട് ശരിക്കും ഈ പെണ്ണിനും ഇവനെ നന്നായിട്ട് അറിയാം, ഇവന് ഈ പെണ്ണിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഈ ഒരു ബന്ധം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു മെയിൻ സാധനം എൻഡിങ്ങിൽ ഇവർ ഈ പെണ്ണ് കാര്യം പറയണേന് ഇവനോട്, എനിക്കിങ്ങനെ സംഭവം വേണം എന്നുള്ളത്. എന്നിട്ട് അവനത് ചെയ്തും കൊടുക്കാൻ നോക്കുന്നു. ഇതൊരിക്കലും നല്ല രീതിയിൽ അവസാനിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുക എന്നൊക്കെ ഉള്ളത്. കാരണം ഇതൊരിക്കലും ഒരു പോസിറ്റീവ് എൻഡിങ് ഉണ്ടാവില്ല, ഫുള്ളും റിഗ്രറ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് സംഭവിച്ചതും. പിന്നെ എപ്പിസോഡ് 4 സംഭവിച്ച കാര്യം ആ പെണ്ണ് തുറന്നു പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഈ പെണ്ണിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അത് ഭയങ്കര ബ്രേവായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് ഇവനോട് പറയാം. അപ്പം അത് തന്നെ ഏറ്റവും വലിയൊരു റിവീൽ, ലൈക്ക് ഷീ ഫീൽ സേഫ് വിത്ത് ഹിം. അതിൽ കൂടുതലൊന്നും വേറൊന്നും പറയാനില്ല. ആ കൂട്ടുകാരത്തിനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പം ആ കൂട്ടുകാരത്തിൻ്റെ സ്റ്റോറി വേറെ നടക്കുന്നുണ്ട്. അത് ഇത്ര ലൈക്ക് തുടക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാനുള്ള രസമുണ്ടെങ്കിലും പുള്ളിക്കാരത്തിയുടെ സ്റ്റോറി അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ആ ചെക്കന് വലിയ ഇൻട്രസ്റ്റിംഗ് ഇല്ല. ആ ചെക്കന് അവന് വിചാരിച്ച ലൈഫിലേക്ക് ഈ പെണ്ണ് സെറ്റിൽ ആകാത്ത കാരണം ഈ പെണ്ണിൻ്റെ ഡ്രീമിനെ ഇവൻ കൺസിഡർ ചെയ്യുന്നില്ല. അതൊരു സീരിയസ് ആയിട്ട് അവൻ എടുത്തിട്ടില്ല. ആ പെണ്ണിനെ തന്നെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചെക്കനും ആ പെണ്ണും കുറച്ച് ഫണ്ണായിട്ടുള്ള പെണ്ണ് ആലി എന്നാണ് വരുന്നത് ആ പെണ്ണിൻ്റെ. പിന്നെ ആ ഒരു പഴത്തിൻ്റെ കൂട്ടുകാർ തമ്മിൽ പഴം വലുതായി പിന്നെ അതൊരു കോമഡി സംഭവം മാത്രം. അത് വലിയ കോമഡി ആയിട്ടൊന്നും തോന്നിയില്ല.
ഒരുമാതിരി എന്തെങ്കിലും സമയം തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. പിന്നെ ആ ഒരു തിയേറ്റർ സംഭവം, തിയേറ്ററിൽ വെച്ച് ഇങ്ങനെ ഒരു ഡ്രാമ സമയത്ത് ഇവരെ ഇങ്ങനെ പാച്ചപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ അൺനെസസറി ആയിട്ട് തോന്നി. ഒരിക്കലും എനിക്ക് എന്നെ ഒരു എന്റർടൈനിങ് ആയിട്ട് തോന്നിയില്ല, വേസ്റ്റ് ഓഫ് ടൈം തോന്നി. പിന്നെ ഈ ചെക്കൻ തൻ്റെ റിയൽ സെൽഫ് കാണിച്ചു തുടങ്ങിയപ്പോൾ, നമ്മുടെ ഈ പാട്ടുകാരൻ ചെക്കൻ, അപ്പോൾ ഇവന് മനസ്സിലായി, ഓക്കെ ഇത് ഞാൻ വിചാരിച്ചവനല്ല ഇവൻ, ഞാൻ വിചാരിച്ച ഒരാളായിരുന്നില്ല ഇവൻ. ഏകദേശം ആ പെണ്ണ് മനസ്സിലായി തുടങ്ങി. ആസ് യൂഷ്വൽ ആ ചെക്കനൊന്നും ഒരേ മുഖം മാത്രമേ ഉള്ളൂ, തുടക്കം മുതൽ അവസാനം വരെയും. സീസൺ തുടങ്ങിയ മുതൽ ഇതുവരെ ഈ ചെക്കന് ഒരേ മോന്തേ ഉള്ളൂ, വേറെ രീതിയിലുള്ള എക്സ്പ്രഷൻ ഒന്നും ഈ ചെക്കൻ്റെ മുഖത്ത് വരില്ലെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. നമ്മുടെ മെയിൻ ചെക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, അവൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അവൻ പിന്നെ ഈ പെണ്ണ് സഹായിച്ചതും പല രീതിയിൽ, അതും ഈ ഒരു ലൈക്ക് റെസ്പെക്ട് ചെയ്തിട്ടാണ് സഹായിച്ചത്. ഒരിക്കലും ഒരു ശോകമായിട്ട് തോന്നിയില്ല. ആസ് യൂഷ്വൽ ഇങ്ങനെയൊക്കെ സഹായം ചോദിക്കുമ്പോൾ അതൊക്കെ വളരെ ശോകമായിട്ടാണ് നമ്മൾക്ക് സ്പെഷ്യലി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറ്. ബട്ട് ഇതൊരു കുറച്ചും കൂടിയും മാന്യമായിട്ട് രീതിയിലുള്ള ഒരു അപ്രോച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. മാന്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ വളരെ റെയർ ആയിട്ടാണ്. മാന്യമായി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു രണ്ടുപേരും ആ ഒരു കാര്യത്തിന്. സോ ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര നല്ല പോയിന്റ് ആണ്. പിന്നെ എൻഡിങ്ങിൽ ഇവർ ആ ഒരു സംഭവം കുറച്ചുകൂടി കൂടി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് തോന്നി. ആ ഒരു എൻഡിങ്ങിൽ ആ പാട്ട് പാടി അവൻ ഓടി വന്നതൊക്കെ, അതൊക്കെ വളരെ റെയറായിട്ട് ഒരു റൊമാൻറ്റിക് മൊമെന്റ് ഈ സീരീസിൽ. വളരെ കുറച്ച് റൊമാൻറ്റിക് മൊമെന്റ്സ് ശരിക്കും നല്ലതായിട്ട് തോന്നും. അതിൽ ഒരു മെയിൻ മൊമെന്റ് ആയിരുന്നത്. ഇനിയും മേ ബി കൂടുതൽ നല്ലതുണ്ടാകാം. ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കുറച്ചും കൂടിയും അടിപൊളിയാണ്. പിന്നെ ആ ഒരു കൂട്ടുകാരൻ്റെ ഒരു സംഭവം, അതെനിക്ക് അത്ര വലിയ ബിലീവബിൾ ആയിട്ട് തോന്നിയില്ല. ആ ഒരു ചെക്കൻ്റെ ഒരു അത് ആ ചെക്കനും ഈ പെണ്ണും ഒരിക്കലും മാച്ച് ആവില്ല. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇതിനെ ഇവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്താലും ആ ഒരു കോമ്പിനേഷൻ എനിക്ക് പേഴ്സണലി വർക്കായില്ല. പിന്നെ ഓഫ് കോഴ്സ് ഇതോടെയാണ് സീസൺ 4 എപ്പിസോഡ് 4 എൻഡ് ചെയ്യുന്നത്. ഐ ആം ഡെഫിനറ്റ്ലി എക്സൈറ്റഡ് ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ്. സോ ബൈ, താങ്ക് യു.